നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ, ഭാഗ്യത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഇവർക്ക് വളരെ അനുകൂലമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും അതിലൂടെ അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒട്ടനവധി മാർഗങ്ങൾ വന്നു തെളിയുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് കൈവരാൻ പോകുന്നത് എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും പുരോഗതിയും സാമ്പത്തിക ഉയർച്ചയും ഒക്കെ തന്നെയാണ്. അതിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്ക് മികച്ച രീതിയിലുള്ള അവസരങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. മികച്ച നേട്ടത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ഇവരുടെ അനുകൂലമായ തീരുമാനങ്ങൾ, ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള അവസരങ്ങൾ, അതിലൂടെ മിന്നുന്ന വിജയം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് കർമ്മരംഗത്ത് വലിയ ഗുണങ്ങൾ തന്നെയാണ്. ഒട്ടനവധി നേട്ടങ്ങൾ ഇവരെ തേടിയെത്തുന്നു. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു. നല്ല ജോലി ലഭിക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൈവരുന്നു. അതുപോലെ തന്നെ സർക്കാർ ജോലി വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നൊരു സമയം കൂടിയാണ്. ഇവരുടെ തീരുമാനങ്ങൾ, ഇവരുടെ ചിന്തകൾ, ഇതൊക്കെ അനുകൂലമായി വലിയ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഏതെല്ലാം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലാണെങ്കിലും കർമ്മരംഗത്തിലാണെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിനും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവർക്ക് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ചെലവുകൾ അധികരിക്കാതെ നോക്കുക, നിയന്ത്രണം വേണം. മാനസികമായ ചില പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ആത്മവിശ്വാസത്തോടുകൂടി, തേജസ്സോടുകൂടി, ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുക. അവരുടെ ജീവിതത്തിൽ മികച്ച അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. പഠനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച രീതിയിൽ ഉയർന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യും. സന്താന ലബ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. സന്താനങ്ങളുടെ ഉയർച്ചകൾ ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്നു. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. കടബാധ്യതകൾ, സാമ്പത്തിക പിരിമുറുക്കം ഇത്യാദി കാര്യങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പ്രശ്നത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ നേട്ടങ്ങൾ ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് മാത്രമേ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുള്ളൂ. അതിനെ മറികടക്കാനുള്ള ഈശ്വരവിശ്വാസവും അതിനനുകൂലമായിട്ടുള്ള പദ്ധതികളും അവർ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ദൂരയാത്രകൾ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടാകുന്നു. പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിക്കും. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കഠിനമായ അധ്വാനം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകും. ആരോഗ്യ കാര്യത്തിലൊക്കെ ഇവർക്ക് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം തന്നെയാണ്. എന്നിരുന്നാലും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നു. തൊഴിൽ ഉയർച്ച വന്നു ചേരുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മനസ്സിന് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങളുണ്ടാകും. ധനപരമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ്. സാമ്പത്തിക ഉന്നതിയൊക്കെ ഇവർക്ക് ലഭ്യമാകും. ബിസിനസ് പരമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബിസിനസ് മേഖലയിലൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും. തൊഴിൽപരമായിട്ട് മികച്ച അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത്. പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വലിയ സാമ്പത്തിക വരുമാനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ട്. കച്ചവട വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും സാഹിത്യ കലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം
വന്നു ചേരുന്നു. മികച്ച രീതിയിൽ ഉയർച്ചകൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഗുണാനുഭവങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽപരമായിട്ട് ഒട്ടനവധി ഉയർച്ചകളും മിന്നുന്ന വിജയവുമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കഠിനമായ പ്രയത്നങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ വന്നു ചേരും. ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഉത്തരവാദിത്തം വർദ്ധിക്കുന്നു. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാഹിത്യകലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അംഗീകാരവും പ്രശസ്തിയൊക്കെ വന്നു ചേരും. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും സാമ്പത്തിക മുന്നേറ്റം, ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. രോഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭ്യമാകുന്നു. വിജയം ഇവർക്ക് കൂടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യ സമൃദ്ധിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യം, മഹാഐശ്വര്യം, സമൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിൽ മികച്ച അവസരങ്ങൾ ഇവർക്ക് തേടിയെത്തുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യത്തിന്റെ നിറകുടമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. വ്യക്തിത്വം വികസിക്കുന്നു. സമൂഹത്തിൽ പേരും പ്രശസ്തിയുമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സമയമുണ്ടാകുന്നു. തൊഴിലിൽ വലിയ ഉയർച്ചകൾ തന്നെ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ടും അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തി അവർ ചെയ്യുന്ന പരിശ്രമം അവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആത്മീയമായ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങളും മാനസിക നേട്ടവും മാനസിക സമ്മർദ്ദമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. പല വിധത്തിലാണ് ഈ നക്ഷത്രക്കാർക്ക് ധനം വന്നു ചേരുന്ന സമയം ഉണ്ടാകുന്നത്. ധനപരമായിട്ടുള്ള എല്ലാവിധ ചെലവുകളൊക്കെ മാറുന്നു. കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു. കടം കൊടുക്കാനുള്ള അവസരങ്ങൾ അത് ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആത്മീയമായ ചിന്തയിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നേട്ടത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നു. കർമ്മരംഗത്ത് മികച്ച അവസരങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭ്യമാകുന്നത്. ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നു. കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നു. സർക്കാർ ആനുകൂല്യങ്ങൾ പറ്റാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു. ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരുന്നു. നല്ലൊരു വിവാഹം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.